നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ജെഫോറി ടിപ്സിന്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ കണ്ടന്റ്. അപ്പൊ നമ്മുടെ ഈ ഒരു ചെടീന്റെ കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാന്നൊക്കെ നമുക്കൊന്ന് കാണാം അല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഞാനുണ്ടല്ലോ ഏതൊരു വീഡിയോ ഇട്ടാലും ആ ഒരു വീഡിയോയിൽ നമ്മുടെ ഈ ഒരു ചെടീൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അന്നേരം മുതൽ നമ്മളോട് ചോദിക്കുന്നതാണ് കേട്ടോ, ഈ ഒരു പ്ലാന്റിൻ്റെ കെയറിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റ് കൊടുക്കാനുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു പ്ലാന്റിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മുടെ കയ്യിൽ സെയിലിനില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ഈ ഭാഗം ഫുള്ളും നിറഞ്ഞ് പൂക്കളും കൊണ്ടൊരു കളിയായിരുന്നു. അതായത് ഈ താഴ്ഭാഗത്ത് നമ്മുടെ ബോൾസം പ്ലാന്റും മുകളിൽ നമ്മുടെ ഹാങ്ങിങ് പെറ്റൂണിയ കേട്ടോ. അതായത് ഇതിൻ്റെ പേര് നമ്മുടെ ഡബിൾ പെറ്റൂണിയ കേട്ടോ. ഇതിങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ്. നോക്കിയേ, നല്ല ഭംഗിയാട്ടോ. പക്ഷേ ഈ ഒരു ചെടി നമുക്ക് കുറച്ച് നല്ല രീതിയിൽ കെയറിങ് ചെയ്യേണ്ട ഒരു ചെടിയാണ്. അപ്പം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ, നമ്മൾ ഈ ഒരു ചെടി എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നൊക്കെ. നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമുക്ക് ശരിക്കും ഉണ്ടല്ലോ, ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടേക്കണത് എൻ്റെ കയ്യിൽ എന്ന് മുതൽ ഈ പ്ലാന്റ് ഉണ്ടോ അന്ന് മുതൽ ഞാൻ ഈ പ്ലാന്റിനെ സെറ്റ് ചെയ്തേക്കണത് നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ, അതായത് ഈ എന്താ പറയുക, സൺഷെയ്ഡിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തത്. അപ്പം ഇതിന് അത്രയും ഒരു സൺലൈറ്റ് മതി, ഒരു ഓവർ ഡയറക്റ്റ് അങ്ങനെ സൺലൈറ്റ് കൊള്ളുന്ന ഭാഗത്തൊന്നും വേണ്ട. പിന്നെ ഈ ഒരു ചെടിനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ചെടി പൂർണ്ണമായിട്ടും ഇവിടുന്ന് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, എൻ്റെ പപ്പേൻ്റെ അടുത്ത് അവിടെ പപ്പ നട്ടുപിടിപ്പിച്ച കുറേ ചെടികൾ ഞാൻ എന്താക്കി അവിടുന്ന് ഇതുപോലെ പോട്ടോട് കൂടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ സെറ്റ് ചെയ്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഏതോ ഒരു വീഡിയോയിൽ പറയുകയോ എടുക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ ചെടികൾ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് വേണം നമുക്കിനി പുതിയ കുറച്ച് കട്ടിങ്സ് ഒക്കെ നട്ട് നമുക്ക് പുതിയ ചെടികളൊക്കെ ആക്കി എടുക്കാനായിട്ട്. അപ്പം ഇതിൻ്റെ എന്താണ് നട്ട് കൊടുക്കുന്നതെന്ന് പറയാം. പക്ഷെ അത് പറയുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ കുറച്ച് കെയറിങ് കൂടെ ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ കുറേ പേര് നട്ടിട്ട് അത് മെയിനായിട്ട് നശിച്ചു പോകുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, ഇതിന് നനവ് വളരെ കുറച്ച് മതി. എന്ന് വെച്ചാൽ വെള്ളം നമ്മൾ രണ്ട് ദിവസമൊക്കെ അടുപ്പിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മണ്ണിൻ്റെ കൂടുതൽ നനവ് കൊണ്ട് ഈ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ പ്ലാന്റ് കിട്ടിയപ്പോൾ മുതലുണ്ടല്ലോ ഞാൻ നനയ്ക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ പറയുക, രാവിലെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ജസ്റ്റ് നിങ്ങൾ സ്പ്രേ ചെയ്തു പോകും. അത്രമാത്രം ഞാൻ ഈ ചെടിക്കൊരു നനവ് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു മെയിനായ കാര്യമാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 20 ദിവസം കൂടുമ്പം കുറച്ച് നമ്മുടെ ഫംഗിസൈഡ് ഉണ്ടല്ലോ, സാഫ്, അത് നമ്മുടെ ഈ ചെടീൻ്റെ ചോട്ടിൽ നമ്മൾ കലക്കി ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ചീച്ചൽ രോഗങ്ങൾ വരാതിരിക്കും. അപ്പോൾ ഈ ഒരു 2 കാര്യം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഇങ്ങനെ ഹാങ് ചെയ്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഭയങ്കര ഭംഗി കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒത്തിരി ഇങ്ങനെ ഹാങ് ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ഇലകൾ ഇങ്ങനെ താഴോട്ട് ഇല്ലാതെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഉള്ള പ്ലാന്റ് നല്ല ബുഷിയായിട്ട് ഇത് കണ്ടോ ഇതുപോലെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിൽക്കുന്നത് കാണാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ രോഗങ്ങളൊന്നും വരുന്ന ചെടിയല്ല കേട്ടോ. പിന്നെ ഇടയ്ക്കൊരു മീലി ബഗ്സിൻ്റെ ചെറിയൊരു ആക്രമണമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും പെസ്റ്റിസൈഡ് കൊടുത്താൽ മതി, അപ്പം അതങ്ങ് പോയി കിട്ടും. ഇപ്പം നമ്മുടെ ഈ ഒരു ചെടിയിലുണ്ടല്ലോ ഫ്ലവർ ആയി വരാനായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലവറൊക്കെ ഇതുപോലെ വരാൻ വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് കൊടുക്കുന്നത് നമ്മുടെ NPK 19 ഉണ്ടല്ലോ അതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. ഈ 2 വളങ്ങളാണ് ഞാൻ ഈ ഒരു ചെടിക്ക് മെയിനായിട്ട് കൊടുക്കാറുള്ളൂ. ഇനി നമുക്ക് അടുത്തായിട്ടുണ്ടല്ലോ ഇതിൻ്റെ എന്താണ് നട്ടുപിടിപ്പിക്കുന്നതെന്ന് അറിയേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് ആണ് കേട്ടോ നമുക്ക് നട്ടുപിടിപ്പിക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാൻ എങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഈ ഒരു ചെടീൻ്റെ എന്താണ് പിടിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇതുപോലെ വരുന്ന കട്ടിങ് ഉണ്ടല്ലോ, ഇതുപോലെയുള്ള കട്ടിങ് ആട്ടോ നമുക്കിതിന് പിടിപ്പിച്ചെടുക്കാനായിട്ട് നല്ലത്. ഏറ്റവും പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നത് ഇതുപോലത്തെയാണ്. പിന്നെ പലരും പറയുന്നുണ്ട് ഈ ഒരു പെറ്റൂണിയയ്ക്ക് സീഡ് ഉണ്ടോയെന്ന്. ഞാനിത് വളർത്താൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ ഈ ഒരു പെറ്റൂണ ചെടിക്ക് വിത്ത് കണ്ടിട്ടില്ല കേട്ടോ. എനിക്കറിയത്തില്ല ഇനി സീഡ് ഉണ്ടോയെന്ന്. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു ചെടിക്ക് വിത്ത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കട്ടിങ്ങാണ് നമ്മൾ കുത്തിപ്പിടിപ്പിച്ച് ചെടിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കട്ടിങ് നമുക്ക് എടുക്കാം അല്ലേ. അങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഒരു ചെടിയിൽ നിന്ന് ഒരു കട്ടിങ് എടുക്കാം കേട്ടോ. ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്തുനിന്ന് വീണ്ടും പുതിയ കുഞ്ഞ് തളിർപ്പുകൾ വന്ന് കുറേ ബ്രാഞ്ചസ് ആയിട്ട് മാറും കേട്ടോ.
അപ്പോൾ അതാണ് ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെടീനെയൊക്കെ നമുക്ക് ഇവിടം വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് തന്നെ ബുഷിയായിട്ട് വരും കേട്ടോ. പക്ഷെ നിറച്ച് മുട്ട ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതാ ഒരു കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കട്ടിങ് ആണ് കേട്ടോ നട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ, നമ്മുടെ അടുക്കളയിൽ നിന്നും നമ്മൾ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോഴേ നമുക്ക് കാണുന്ന കാഴ്ചയാണ് കേട്ടോ. അതിരാവിലെ കണ്ണ് തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു എന്താ പറയുക, രാവിലെ എഴുന്നേറ്റ് വന്ന് കുറേ പൂച്ചെടികളൊക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു മനസ്സന്തോഷമല്ലേ നമുക്ക് ലഭിക്കുക. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇത്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പം നമ്മുടെ ഈ ഒരു പെറ്റൂണിയ ചെടി ഉണ്ടല്ലോ, ഞാൻ കൂടുതലായിട്ടും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും ഞാൻ മണലിലാണ് കേട്ടോ. അതായത് നമ്മുടെ സാധാ പുഴമണൽ, ഇനിയിപ്പം മണൽ കിട്ടാനില്ലാത്തവർക്ക് എംസാൻഡിൽ വെച്ച് കൊടുത്താലും മതി. അപ്പം ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ചെടീനെ നമ്മൾ വെച്ച് കൊടുക്കുക. വെറുതെ ഒരു റൂട്ടിംഗ് ഹോർമോൺ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇതുപോലെ ഒരു കട്ടിങ് എടുക്കുന്നു, ഇതുപോലെ അങ്ങോട്ട് നട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതുപോലെ നല്ലോണം ചൂട് നല്ലോണം ഇങ്ങനെ അമർത്തി കൊടുക്കും കേട്ടോ. ഇങ്ങനെ അമർത്തി കൊടുക്കും. എന്നിട്ട് നല്ല എവിടെയെങ്കിലും ഒരു ചെറിയൊരു തണലത്ത് വെച്ചിട്ട് നമ്മൾ നനച്ച് കൊടുക്കും. അത്ര മാത്രം കേട്ടോ ചെയ്യുന്നുള്ളൂ. അപ്പം പിടിച്ച് കിട്ടലൊക്കെ വേഗം പിടിച്ച് കിട്ടും. പക്ഷെ നമുക്ക് പെട്ടെന്ന് വാടിപ്പോണ ചെടിയാണ് കേട്ടോ ഈ ഒരു പെറ്റൂണിയ. അപ്പോൾ ഇതുപോലത്തെ പെറ്റൂണിയ ചെടി ഉണ്ടല്ലോ, എൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ വീഡിയോ കാണുന്നവർ എന്തായാലും കമൻറ്റ് ഇടണം കേട്ടോ. ആരുടെയൊക്കെ കയ്യിൽ ഇങ്ങനത്തെ പെറ്റൂണിയ, അല്ലെങ്കിൽ നമ്മുടെ ഫൈബർ വെറൈറ്റി ഡബിൾ പെറ്റൂണിയ, അല്ലെങ്കിൽ നമ്മുടെ സിംഗിൾ വെറൈറ്റി പെറ്റൂണിയ ചെടികൾ, ഇതൊക്കെ ആരുടെയൊക്കെ കയ്യിലുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാനീ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ, അതായത് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ചെടി വാടിപ്പോകുന്ന ഒരു പ്രകൃതം ഈ ചെടിക്കുണ്ട്. അപ്പോൾ അങ്ങനത്തെ കംപ്ലൈൻറ്റുകളൊക്കെ നമ്മുടെ ചെടികൾക്ക് വരാറുണ്ടോ? അപ്പം അങ്ങനെ വരുന്നവർ എന്താണ് ഇതിനൊരു പ്രതിവിധിയായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ, ചെടികൾ വളർന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. അപ്പം എന്തൊക്കെയാണെന്നൊക്കെ എല്ലാവരും കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി കൂട്ടുകാർക്ക് അതൊരു ഉപകാരം കൂടിയാകും. ഓരോരുത്തർ ചെയ്യുന്ന ഓരോ അറിവുകൾ നമുക്ക് കമൻറ്റിലൂടെ പറയുമ്പം അത് ഒത്തിരി പേർക്ക് ഉപകാരമാകും കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വളർത്തിയെടുക്കുക. അപ്പോൾ ഇനിയും നമുക്ക് ഇതേപോലത്തെ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. അപ്പം ബൈ.